ആ തൃശ്ശൂരിൽ കെ മുരളീധരൻ അവസാന നിമിഷവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞു എന്നത് കൂടി നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച് വരാം. തൃശ്ശൂർ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. 2009 2014 മുതലുള്ള വോട്ട് ചേഞ്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2009 47.15% UDF കിട്ടുന്നത്. അത് 2014 ആകുമ്പോഴേക്കും അവിടെ ജയദേവൻ വിജയിക്കുന്നു. ജയദേവൻ വിജയിക്കുമ്പോൾ ഏകദേശം 9% വോട്ടാണ് UDF നഷ്ടപ്പെടുന്നത്. 9% വോട്ട് UDF നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. അതേസമയം തന്നെ LDF വോട്ട് പെർസെൻറ്റേജ് ആവട്ടെ 2% കുറവും സംഭവിക്കുന്നു. അതായത് LDF 2% കുറയുന്നു. UDF സംബന്ധിച്ച് ഒരു 9% കുറവും സംഭവിക്കുന്നു. എന്നാൽ 2014 മുതൽ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ UDF 38% നിന്ന് 39%, അതായത് 1% വർധനവ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. 1% വർധനമാണ് രേഖപ്പെടുത്തുന്നത്. TN പ്രതാപൻ 38 നിന്ന് 39 വളരുന്നു. പക്ഷേ അതേസമയം LDF വോട്ട് പെർസെൻറ്റേജ് 42 നിന്ന് 30% ചുരുങ്ങുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. എന്നുവെച്ചാൽ 42 നിന്ന് 30% ചുരുങ്ങുമ്പോൾ 12% ഡിപ്പ് LDF സംഭവിക്കുന്നു. രാജാജിയാണ് അവിടെ മത്സരിച്ചത്. അതായത് 12% കുറയുമ്പോൾ 17% വർധനവ് BJP കാണാം. ഡയറക്റ്റ് കോറിലേഷൻ ആണ്. LDF അഥവാ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ട 12% സ്വാഭാവികമായും BJP പോയി എന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അതടക്കം 17% വർധനവാണ് സുരേഷ് ഗോപി ഉണ്ടാക്കുന്നത് 2019 ആകുമ്പോൾ. ഇനിയുള്ള ചോദ്യം ഇതാണ്. സുരേഷ് ഗോപി വീണ്ടും നിൽക്കുമ്പോൾ പരമാവധി 28% സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഏകദേശം LDF ചേർന്ന് നിൽക്കുന്നു. 30% LDF 2019 വോട്ട് പെർസെൻറ്റേജ്. പരമാവധി കിട്ടാവുന്ന 28% ആണെങ്കിൽ ശബരിമല വിഷയം ചർച്ചയാവാതിരിക്കുമ്പോൾ 28% ഗ്രാഫിന് മുകളിലേക്ക് പോകുമോ, അതല്ല 28% ഗ്രാഫ് താഴേക്ക് പോകുമോ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇവിടെ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ 1% വർധനവ് UDF നിലനിർത്താൻ സാധിക്കുമോ? രാഹുൽ ഇഫക്റ്റും ശബരിമല ഇഫക്റ്റും ഇല്ല. പക്ഷേ കെ മുരളീധരൻ ഇഫക്റ്റ് അവിടെയുണ്ട്. അത് എത്രത്തോളം ശക്തമാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. സുനിൽകുമാറിൻ്റെ വ്യക്തിപ്രഭാവം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 12%, അതായത് 2014 ജയദേവന് കിട്ടിയ 42% ഇത്തവണ സുനിൽകുമാറിന് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് LDF നിറങ്ങിയ വോട്ടുകൾ തിരിച്ച് LDF പോവുകയും അത് ജയദേവനേക്കാൾ കൂടുതൽ പോപ്പുലറായ സുനിൽകുമാറിന് വോട്ടുകൾ ലഭിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും തൃശ്ശൂരിൽ സുനിൽകുമാറിൻ്റെ വിജയം സാധ്യമാവും. 2ാം സ്ഥാനത്ത് കെ മുരളീധരൻ വരും. 3ാം സ്ഥാനത്ത് സുരേഷ് ഗോപി പോകും. പക്ഷേ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് സുനിൽകുമാറിന് അനുകൂലമായി വരും എന്നുള്ളൊരു ഭാഗം പറയുന്നു. പക്ഷേ കെ മുരളീധരൻ അവിടെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കണക്കിൽ വളരെ രസകരമായി തോന്നുന്നത് 17% വർധനമാണ് സുരേഷ് ഗോപി 2014-19 കൊണ്ടുവന്നത്. ആ 17%-നും അപ്പുറം സുരേഷ് ഗോപിക്ക് 2019 ശേഷം വളരാനിടയായ ഒരു സാഹചര്യം ഉണ്ടോ? ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ അരുണേ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ മൊത്തം വോട്ടേഴ്സിൻ്റെ ഒരു സാമുദായികമായ വിഭജനം എടുത്താൽ തൃശ്ശൂരിൽ 25% ക്രിസ്ത്യൻസ് ഉള്ളത്. 25% ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. 17% മുസ്ലിം വോട്ട് ബാങ്കാണ്. അങ്ങനെ 2 വോട്ട് ബാങ്ക് കൂടി കൂട്ടുമ്പോൾ 42% ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളെന്ന് പറയുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ 42% ന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും കൂടി ചേർന്നിട്ട്. അങ്ങനെ വരുമ്പോൾ വോട്ടേഴ്സ് മൊത്തത്തിൽ 100%ആണല്ലോ. 58% ഹിന്ദുക്കളാണ്. 58% ഹിന്ദുക്കളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് 42% ന്യൂനപക്ഷം, 58% ഹിന്ദുക്കൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു രസകരമായ കണക്ക് നോക്കിയാൽ ഈ 58% നിന്ന് 28% വോട്ട് ഹിന്ദുക്കളുടേതാണ് സുരേഷ് ഗോപി നേടിയിരിക്കുന്നത്. ബാക്കി 30% ഹിന്ദു വോട്ട് അവിടെ ഉണ്ട്. ആ 30% ഹിന്ദു വോട്ട് ഈക്വലി പോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ LDF-നും UDF അനുകൂലമായിട്ടാണ്. ഈ കണക്കൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ആ 30% ഹിന്ദു വോട്ട് കൂടി ചേരുമ്പം 42% ന്യൂനപക്ഷ വോട്ട് പ്ലസ് 32% ഹിന്ദു വോട്ട്, അങ്ങനെ 72% വോട്ട്സ് UDF-നും LDF-നുമായിട്ട് പോയിട്ടുണ്ട്. അത് കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ 40% TN പ്രതാപന് കിട്ടിയിരിക്കുന്നത്, 31% രാജാജി മാത്യൂസിന് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2019 25% ക്രിസ്ത്യൻ വോട്ട് ബാങ്കും 17% മുസ്ലിം വോട്ട് ബാങ്കും കൂടി ചേരുന്ന 42% വോട്ട് ബാങ്ക് LDF-ൻ്റെയും UDF-ൻ്റെയും ഭാഗമായി തന്നെയാണ് പോൾ ചെയ്തിട്ടുള്ളത്. 58%-ൽ 28% സുരേഷ് ഗോപി പിടിച്ചിരിക്കുന്നത്. അവിടെ 1% വ്യത്യാസം വരുന്നുണ്ട്. വേണമെങ്കിൽ സുരേഷ്
സുരേഷ് ഗോപിക്ക് അനുകൂലമായി 1% വോട്ട് പോയിരിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കാം. ഇതാണ് അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ചിത്രം 2019. ഇവിടെ 2024 വരുമ്പോൾ ഈ 17% മുസ്ലിം വോട്ടെന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടത്തില്ല. അത് സുരേഷ് ഗോപി എന്നല്ല, BJPക്ക് അനുകൂലമായി കേരളത്തിൽ ഒരു മുസ്ലിം വോട്ട് പോലും പോൾ ചെയ്യപ്പെടത്തില്ല. അപ്പോൾ 17% പോയി. ബാക്കി 25% ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കുകയും 58% വരുന്ന ഹിന്ദുക്കളിൽ 28% ഓൾറെഡി ഉണ്ടല്ലോ, അതിനെ 5-6% വോട്ട് കൂടി ആ വോട്ട് ബാങ്കിൽ നിന്ന് എടുക്കുകയും ചെയ്താൽ മാത്രമേ സുരേഷ് ഗോപിക്ക് അവിടെ വിജയിച്ചു വരാൻ കഴിയൂ. ഇതാണ് കോൺഗ്രസിനെയും LDFനെയും യഥാർത്ഥത്തിൽ ഒരുപോലെ അവിടെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുന്നത്. 42% ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടായാൽ പോലും അതുണ്ടാകാവുന്നത് പരമാവധി 38-39% അവിടെ വന്ന് നിൽക്കും. പ്ലസ് ഒരു 30% ഹിന്ദു വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ അവിടെ ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു വോട്ട് കൂടുതൽ ആർക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ചായിരിക്കും UDFൻ്റെയും LDFൻ്റെയും വിജയസാധ്യത നിൽക്കുന്നത്. അവിടെ K. മുരളീധരന് ഇപ്രാവശ്യം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.